ഇതിൽ കിതാബുൽ ഈദൈനിൽ 16ാമത്തെ ബാബിന്റെ പേര് എങ്ങനെയാണ് ഇമാം ബുഖാരി കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ നോക്കിയോ, കൊടുത്തിരിക്കുന്ന ബാബിന്റെ പേര് ഇങ്ങനെയാണ്. ഇതാ, ബാബു ഖുറൂജി സിബിയാനി ഇലൽ മുസല്ല, കുട്ടികൾ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടൽ എന്ന് വിവരിക്കുന്ന ബാബ്. ഇതെന്തിനാ ഇമാം ബുഖാരി കൊടുത്തത്? എന്തിനാ കൊടുത്തത്? നിങ്ങൾ പറഞ്ഞു എന്തിനാ കൊടുത്തത്? എന്നിട്ട് തൊട്ട് താഴെ ഇബ്നു അബ്ബാസിന്റെ ഒരു ഹദീസ് കൊടുത്തിരിക്കുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെട്ടു എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ തന്നെ ഇബ്നു അബ്ബാസിന് 10 വയസ്സാണ്. അപ്പൊ അതിന് മുമ്പാണല്ലോ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടാവുക. അപ്പൊ എത്ര വയസ്സായിരിക്കും ഇബ്നു അബ്ബാസിന്? അപ്പൊ ഈ ഹദീസ് തെളിവായി കൊടുത്തിട്ട് ഇമാം ബുഖാരി പേര് കൊടുത്തിരിക്കുന്നത് ബാബിനെന്ത്? ബാബു ഖുറൂജ് സിബിയാനി ഇലൽ മുസല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി പണ്ഡിതന്മാരെ അവഹേളിക്കാൻ വേണ്ടി പലപ്പോഴും വലിയ കിതാബുകളൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വലിയ പണ്ഡിതനാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളുടെ വീഡിയോ ആണ് മേലെ. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത്, അത് പാടില്ല എന്ന് പറഞ്ഞതാണ് ഈ വ്യക്തിയെ ഈ കിതാബൊക്കെ പൊക്കിപ്പിടിച്ച് സോഷ്യൽ മീഡിയയിൽ വരാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, അല്ലയോ ബഹുമാനപ്പെട്ട പേരോട് സഖാഫി, നിങ്ങളിങ്ങനെ നീട്ടി പറഞ്ഞത് കൊണ്ട് ആളുകളെ പറ്റിക്കാം എന്നല്ലാതെ വസ്തുത എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. തിരിച്ച് ചോദിക്കാൻ, നിങ്ങൾ ഈ കിതാബൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് വലിയ കിതാബുകളൊക്കെ പൊക്കിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് കോലം കെട്ടുന്നത് കൊണ്ട് ആളുകളെ പറ്റിക്കാം എന്നല്ലാതെ വസ്തുത നിങ്ങൾ പറയുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അത് നിങ്ങൾ അംഗീകരിക്കുന്നു ഉണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ മുഴുവനും അംഗീകരിക്കുന്നതാണ് സഹീഹ് ബുഖാരിയും മറ്റു അയിമത്തിന്റെ കിതാബുകളൊക്കെ. നിങ്ങളെപ്പോലെ വെറുതെ കുളൂസ് അടിക്കുന്നത്. എന്നിട്ട് ചോദ്യം, ബാബു ഖുറൂജ് സിബിയാൻ ഇലൽ മുസല്ല എന്ന് ഇമാം ബുഖാരി തങ്ങൾ എന്തിനാണ് ഹെഡിങ് കൊടുത്തത്? ഇവിടെ എന്നിട്ട് ആ ഹെഡിങ് കൊടുത്തതും അതിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ നബി തങ്ങളുടെ കൂടെ മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള ഹദീസ് എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സിബിയാൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ് അർത്ഥം. സബിയ് എന്നതിൻ്റെ ബഹുവചനാണ് സിബിയാൻ. ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒലിവിയാണോ എന്തോ അറിയില്ല, പേരോട് സഖാഫി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ്. വകതിരിവില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസവിച്ച് ഒരാഴ്ച കഴിഞ്ഞ കുട്ടിയും പെടാം, ഒക്കെ പെടാം. വകതിരിവ്, തൻ്റെ ഇടം, അത് 7 വയസ്സാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്. 7 വയസ്സായാലാണ് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തെ ഉത്ബോധിപ്പിച്ചു. അതുവരെയുള്ള കുട്ടികളെ, അത് 7 വയസ്സായിക്കോണമെന്നില്ല, ചിലപ്പോൾ അതിന്റെ മുമ്പ് തന്നെ തമ്മീസാവാം. കുട്ടികൾക്ക് തമ്മീസാവുക അഥവാ വകതിരിവാവുക എന്നതാണ് മാനദണ്ഡം. സിബിയാൻ എന്ന് പറഞ്ഞാൽ 7ഉം 10ഉം ഒക്കെ വയസ്സായ കുട്ടികളും സിബിയാനിന്റെ ഗണത്തിലാണ് പെടുക. ഇവിടെ മൗലവിയുടെ ഒരു സംശയം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് സമയത്ത് തന്നെ 10 വയസ്സാണ്. ഇപ്പോൾ അതിന്റെ മുമ്പായിരിക്കുമല്ലോ, ചിലപ്പോൾ അതിന്റെ മുമ്പാകാം, തൊട്ട് മുമ്പുള്ള പെരുന്നാളിനാവാം, അല്ലേ? അപ്പൊ 10 വയസ്സിൽ തന്നെ ആവാം, ഇനി അതിന്റെ മുമ്പ് 9 വയസ്സിലാവാം, 8 വയസ്സിലാവും. ഇതൊക്കെ സമയത്ത് സിബിയാനാണെങ്കിലും വകതിരിവുള്ള കുട്ടിയാണ്. അത് മനസ്സിലാക്കണം. കാരണം വകതിരിവുള്ള കുട്ടിയാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞാൻ പുറപ്പെട്ടു എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വകതിരിവില്ലാത്തൊരു കുട്ടി ഇപ്പൊ അത് പറയോ? ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യോ വകതിരിവില്ലാത്തൊരു കുട്ടി? അപ്പൊ വകതിരിവുള്ള ഒരു കുട്ടി പറഞ്ഞത്, വകതിരിവില്ലാത്ത കുട്ടികളെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് പേരോട് സഖാഫി ആ പ്രസംഗത്തിൽ അഹ്ലു സുന്നയുടെ ആളുകളോട് ഉപദേശിക്കുന്നത്. നിങ്ങൾക്ക് അത് ബാധകമല്ല, കാരണം നിങ്ങൾ പെണ്ണുങ്ങളും കുട്ടിയും എല്ലാം പള്ളിയിൽ കൊണ്ടാവാം എന്ന് പറയുന്ന ആളുകൾ. അപ്പോ അത് സുന്നികൾ കേൾക്കും. അത് ആളുകളെ പൊട്ടീസാക്കലോ ആളുകളെ നീട്ടി പറഞ്ഞ് വഞ്ചിക്കലോ അല്ല, നേരെ മറിച്ച് നിങ്ങൾ ചെയ്യുന്നതാണ് വഞ്ചന. ഇനി അടുത്തത്,
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്നു എന്തിനാണ് ഖുറൂജ് സിബിയാൻ എന്ന് ഇമാം ബുഖാരി എന്തിനാണ് ഹെഡിങ് കൊടുത്തത് എന്നാ. ഇങ്ങനെ ബാബു ഖുറൂജ് സിബിയാൻ എന്ന് പറഞ്ഞാൽ ഇരൽ മുസല്ല എന്ന് പറഞ്ഞ കുട്ടികളെ എല്ലാം പള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്നാണോ ആ ഹെഡിങ്ങിന്റെ അർത്ഥം? കുട്ടികൾ മുസല്ലയിലേക്ക്, മുസല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അത് മറ്റൊരു വിഷയം. മുസല്ല എന്ന് പറഞ്ഞാൽ പള്ളി എന്നാണ് അർത്ഥം. പള്ളിക്ക് മുസല്ല എന്ന് പറയാം, എന്നാൽ എല്ലാ മുസല്ലക്കും പള്ളി എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. പള്ളിയും മുസല്ലയും തമ്മിൽ വ്യത്യാസം, ഒന്ന് ആമാണ് ഒന്ന് ഖാസാണ്. അതും മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇമാം ബുഖാരി ഹജ്ജിങ് കൊടുത്തത്. ഇനി പള്ളി തന്നെ വെക്കുക. അവിടെ സിബിയാൻ എന്ന് പറഞ്ഞാൽ അകതിരിവുള്ളതും അകതിരില്ലാത്തൊക്കെ പെട്ടു, അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഏത് കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് വിശദീകരണം. അതാണ് ഇവിടെ സിബിയാൻ പള്ളിയിലേക്ക് നിങ്ങളുടെ അർത്ഥ പ്രകാരം പള്ളി എന്ന് വെച്ചാൽ തന്നെ പള്ളിയിലേക്ക് കുട്ടികൾ പുറപ്പെടുന്നതിനെ സംബന്ധിച്ച് പറയുന്ന എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അഭിപ്രായങ്ങൾ, എന്തൊക്കെ വിഷയങ്ങൾ വരുന്നുണ്ടോ അതിനെ സംബന്ധിച്ച് പറയാം. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സലഫു സാലിഹീങ്ങളോടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അതിനർത്ഥം? അല്ലാതെ ബുഖാരി ഇമാം അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്താൽ ആ ഹെഡിങ്ങിൽ പറഞ്ഞതുപോലൊക്കെ ചെയ്യണമെന്നാണോ? മൗലവി തൊട്ട് മുമ്പ് ഉള്ള അധ്യായം എന്താ അറിയോ? ബാബു ഖുറൂജുൻ നിസാഇ വൽ ഹുയ്യദ് എന്ന ഇലൽ മുസല്ല. ഇത് പിടിച്ചിട്ട് നാളെ ആർത്തവകാരികളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയോ? അല്ല, ഇമാം ബുഖാരിയുടെ വിളംബരം അതാണോ? അതൊന്നും മൗലവി പറഞ്ഞ തർക്കമില്ല. ബാബു ഖുറൂജുൻ നിസാഇ വൽ ഹുയ്യദ് ഇലൽ മുസല്ല എന്ന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ കൊടുത്തിട്ട് ഇമാം ബുഖാരി ഇവിടെ വിളംബരം ചെയ്യുന്നത് തന്നെ ആർത്തവകാരികളൊക്കെ ആട്ടിത്തൊളിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാൻ മൗലവി തയ്യാറാണോ? വേണ്ട. ഇനി നിരവധി ബാബുകൾ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഒരുപാട് അഡിങ്ങൾ. ഒരു ഉദാഹരണം പറയാം. ബാബ് സൗമി യൗമിൽ ഫിത്ർ എന്ന് കാണാം. ചെറിയ പെരുന്നാളിന്റെ ദിവസം നോമ്പ് നോൽക്കൽ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കണം എന്നാണോ വിളംബരം? അതിന്റെ മസാല എന്താണ്, അതെന്താണ്, അതിനെ കുറിച്ചുള്ള എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നാണ് അതിന് പറയുന്നത്. അതല്ലാതെ ചെറിയ പെരുന്നാളിന് നോമ്പ് നോൽക്കൽ അതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്ന് പറയുമ്പോൾ നോമ്പ് നോൽക്കണം എന്ന് പ്രസ്താവിക്കാൻ മാത്രം വിഡ്ഢികളല്ല സുന്നികൾ. ഇത് താനും തൻ്റെ വലിയ ശിങ്കിടി ലോക പണ്ഡിതൻ അഹങ്കരിക്കുന്ന നസീർ അസീരിക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തൊട്ട് കാണാ ബാബ് സൗമി യൗമിൻ നഹർ, വലിയ പെരുന്നാളിന്റെ അന്ന് നോമ്പ് നോൽക്കുന്നതിനെ പറ്റി അതിന്റെ വിധി എന്താ? വലിയ പെരുന്നാളിന്റെ നോമ്പ് നിൽക്കുന്നത് ഇത് പിന്നെ വലിയ പെരുന്നാളിന്റെ നോമ്പ് നിൽക്കണം എന്നുള്ള വിളംബരാണോ ഇമാം ബുഖാരി നടത്തുകയാണോ? തൊട്ട് കാണാ ബാബ് സൗം അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖിന്റെ നോമ്പ് അത് വിശദീകരണ വിധേയമാണ്, മുമ്പ് പറഞ്ഞതുപോലെ ആവില്ല. പിന്നെ തൊട്ട് പറയുന്ന ബാബ് സൗമി ആശൂറ, ആശൂറ ദിവസം നോമ്പ് പറ്റും, അതിന്റെ വിധി വ്യത്യാസമുണ്ട്. ഒക്കെ ഹെഡിങ് ഒരുപോലെ കൊടുത്ത് ഇതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കണം. യൗമ് ആശൂറ അന്ന് പിന്നെ നോമ്പ് നോൽക്കുന്നതിന്റെ വിധി ഏതാണ് ഉദ്ദേശിക്കുന്നത്? അല്ലാതെ ആശൂറ ദിവസത്തിന് നോമ്പ് നോൽക്കൽ അതിന് ഇമാം ബുഖാരി വിളംബരം ചെയ്യുന്നു. അതിന്റെ തൊട്ട് മുമ്പ് അയ്യാമു തശ്രീഖിന്റെ നോമ്പ്, അപ്പൊ എല്ലാവരും അയ്യാമു തശ്രീഖിൽ നോമ്പ് എടുക്കണം. അതിന്റെ തൊട്ട് മുമ്പത്തെ അധ്യായം യൗമുൻ നഹറിൽ വലിയ പെരുന്നാളിന്റെ ദിവസം വലിയ ദിവസം നോമ്പ് വിൽക്കണം അല്ലേ? അങ്ങനെ വിളംബരാൻ. പിന്നെ തൊട്ട് മുമ്പ് ചെറിയ പെരുന്നാൾ ദിവസത്തെ നോമ്പ്. അപ്പൊ ഇതൊക്കെ ഇമാം ബുഖാരി വിളംബരം ചെയ്യാം. ഇതാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? ഈ വിളംബരം അനുസരിച്ചാണോ നിങ്ങൾ ഇങ്ങനെ ഹെഡിങ് നോക്കിയിട്ടാണോ നിങ്ങൾ അമൽ ചെയ്യുന്നത്? മൗലവി എന്താണ് പണ്ഡിത ലോകത്ത് ആ പറഞ്ഞതിന്റെ അഭിപ്രായം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് മതി സുന്നി പണ്ഡിതന്മാരെ കുതിരകർ ഹെഡിങ് പിടിച്ച് വന്ന് ഒരു കിതാബ് ഇങ്ങനെ പിടിച്ച് ഹെഡിങ് ഒക്കെ ഇങ്ങനെ കാണിച്ച് വലിയ ആളായി ഞാൻ വലിയ ആളാണ് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് കാര്യമില്ല. ഇത് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാൻ മാത്രമേ കഴിയുള്ളൂ, നിങ്ങളെപ്പോലെയുള്ള കഴുതകളെ. അല്ലാതെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഓർക്കുന്നത് നല്ലതാണ്.